ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കർത്താവിനെ, ഞാൻ അറിഞ്ഞ കർത്താവിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ആ മഹത്വം ഈ വീഡിയോയിലൂടെ ഒരാളെങ്കിലും കണ്ടാൽ അത് മഹത്വപ്പെടുത്തുന്നതിനുള്ള നേർച്ചയായി ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ പാദത്തിങ്കലേക്ക് സമർപ്പിക്കുക. എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ധൈര്യത്തോടെ ഈ ജീവിതം മുന്നേറുന്നത് എനിക്ക് മുന്നേ വഴി നടത്തുന്ന, എന്നെ നിയന്ത്രിക്കുന്ന, എന്നെ കാത്ത് പരിപാലിക്കുന്ന ഒരു ദൈവം, അതിശക്തനായ ഇന്നും ജീവിച്ചിരിക്കുന്ന യേശു ക്രിസ്തു എന്ന ദൈവം, പിതാവിൻ്റെ പുത്രൻ, നമ്മുടെ ഭൂമിയിൽ വന്ന് പീഡകൾ സഹിച്ച് മരിച്ച് പാതാളത്തിലിറങ്ങി ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ഇന്നും സ്വർഗത്തിൽ ജീവനോടെയുള്ള ഈ മഹത്വപൂർണനായ ഈ വലിയ ദൈവത്തെ ഞാൻ ഇന്ന് ഒരുപാട് സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. ഇന്ന് പഴയ ജീവിതത്തിനെക്കാട്ടി പുതുതായി മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് എനിക്ക് എന്തിനെക്കുറിച്ചും ഒരു ഭയമില്ല. ജീവിതം മുന്നിൽ എന്താകുമെന്നോർത്തൊരു പെരുവഴിയിൽ ഇറങ്ങേണ്ടി വന്നാൽ പോലും എനിക്ക് ഭയമില്ല. കാരണം ഇന്ന് എൻ്റെ മുന്നേ ഒരു വടിയും പിടിച്ചിങ്ങനെ എന്നെ വഴിതെളിയിക്കുന്ന, എന്നേക്കാൾ നന്നായി എൻ്റെ ഹൃദയവും ശരീരവും ഒക്കെ കാത്ത് പരിപാലിച്ച് മനസ്സിലാക്കുന്ന, ഈ ഭൂമിയിൽ ഒരാൾക്കും സാധ്യമാകാത്ത വിധത്തിലുള്ള എൻ്റെ മനസ്സറിയാവുന്ന ഒരേ ഒരാൾ, എന്നേക്കാൾ എൻ്റെ മനസ്സറിയാവുന്ന ഒരേ ഒരാൾ, അതെൻ്റെ ക്രിസ്തുവാണെന്ന് ഞാൻ ഒരുപാട് ആത്മാർത്ഥമായി മനസ്സിലാക്കി ഈ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഈ കുറച്ച് മാസങ്ങളിലൂടെ. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇസ്രായേലുകാർക്ക് കഴിക്കാൻ ചെങ്കടലിൻ്റെ അടുത്ത് പാത തെളിയിക്കാൻ എത്തിയപ്പോഴേക്കും അവരത്രയും മരുഭൂമിയിലൂടെ നടന്നപ്പോൾ ഭക്ഷണവും വെള്ളവും കിട്ടാതെ അലഞ്ഞപ്പോൾ വെള്ളം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, അങ്ങനെയൊക്കെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് എൻ്റെ ഭവനത്തിലും എനിക്ക് എൻ്റെ അരിയുടെ പാട്ട തീർന്നെന്ന് ടെൻഷൻ അടിക്കാനേ ഇല്ല. ഒരു ബൗളേ അതിലുള്ളെങ്കിലും പിറ്റേന്ന് ഒരു ബൗളിന് പകരം ഒരു ചാക്ക് അവിടെ എത്തും. ആ ഒരു ഉറച്ച വിശ്വാസം ഇന്ന് എനിക്കുണ്ട്. വിശ്വാസം മാത്രമല്ല, അതെനിക്ക് ഫലം കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ ഇന്ന് ആരാധിക്കുന്നതെന്നുള്ള ആ ഒരു മഹത്വം എവിടെ വേണമെങ്കിലും വിളിച്ച് പറയാൻ പാകത്തിന് എനിക്കൊരു മൈക്ക് കിട്ടണം. അത് ഇന്ന് എൻ്റെ ഈ ചാനലിലൂടെ വെളിപ്പെടുത്തി ഞാനിത് എല്ലാവരിലും ഷെയർ ചെയ്യുകയാണ്. പിന്നെ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥന, അതെനിക്ക് വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ഓരോ കാര്യങ്ങളും എല്ലാവർക്കും അതുപോലെ ഈ പ്രാർത്ഥന എത്തട്ടെ. എല്ലാവരിലും ഈ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് അനുഗ്രഹം കൊടുത്ത് ആശീർവദിച്ച് ഏറ്റെടുത്ത ഈ ശിഷ്യൻ്റെ അസാധ്യ കാര്യങ്ങളുടെയും മാധ്യസ്ഥ ശക്തിക്ക് മുന്നിൽ ഞാനിന്ന് കോടി പ്രണാമങ്ങൾ അർപ്പിച്ച്, ഇദ്ദേഹത്തെ അറിയപ്പെടാത്ത കുറേ നാളുകളിലൂടെ കടന്നു പോയെങ്കിലും ഇന്ന് ഈ ലോകത്തിൻ്റെ അറിയപ്പെടാത്ത ഏത് കോണുകളിലുണ്ടോ അവിടെയെല്ലാം ഞാൻ ഈ യൂദാസ്ലീഹായുടെ പ്രാർത്ഥന, മാധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലും ഈ ചാനലിലൂടെയും അല്ലാതെയും ഒക്കെയുള്ള അനുഗ്രഹയിലെ മാത്യു അച്ഛൻ്റെ വചനങ്ങളിലൂടെയും ആ വീഡിയോകളിലൂടെയൊക്കെയാണ് ഞാനിത് അറിയപ്പെട്ടത്. അതുകൊണ്ട് അതൊക്കെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെയും ഫലങ്ങളിലൂടെയും വിശ്വാസത്തിലൂടെയും ഞാൻ ഇന്ന് എല്ലാവർക്കും ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ലോക സമാധാനത്തിനും, എല്ലാ രക്ഷിതാവസ്ഥകൾക്കും, വിഷമങ്ങൾക്കും, രോഗാവസ്ഥകൾക്കും എല്ലാവർക്കും ആശ്വാസം, കുഞ്ഞു കുട്ടികൾ മുതൽ മരണക്കിടക്കയിൽ എത്തിക്കിടക്കുന്നവർക്ക് വരെ കർത്താവിൻ്റെ അനുഗ്രഹവും കൃപയും സ്നേഹവും എല്ലാം ഉണ്ടാകട്ടെ. ഒരുപാട് നന്ദി. എനിക്ക് മുന്നേ വഴി നടത്തി എൻ്റെ പാത ദൂതന്മാരെ അയച്ചിട്ടോ അല്ലെങ്കിൽ ക്രിസ്തു തന്നെ നേരിട്ട് ഇറങ്ങി വന്നോ ചെയ്യുന്ന ആ വലിയ ദൈവത്തിൻ്റെ മഹത്വത്തിന് മുന്നിൽ എനിക്ക് തലകുനിച്ച് ശിരസ് നമിച്ചുകൊണ്ട് സാഷ്ടാംഗം വീണുകൊണ്ട് ഞാൻ ആ മഹത്വം ഇന്നെല്ലാവരിലും എൻ്റെ നാവിലൂടെ ക്രിസ്തുവിൻ്റെ കൃപയിലൂടെ എല്ലാവരിലും അറിയിക്കുകയാണ്. ആമേൻ.